जगमगाती लड़कियां, ये झिलमिलाती लड़कियां, जिनके दीवाने तुम भी तो हो. മട്ടാഞ്ചേരിയിലായിരുന്നു ആന്റിക്ക് ഇവിടെ ജോലി കിട്ടിയപ്പോ ഞാനും കൂടെ ഇഞ്ഞു പോന്നു. ഹലോ യെസ് വിളിച്ചോ? അല്ല ഇവിടെ. ഹലോ ഹലോ ട്രിവാൻഡ്രം പട്ടണം പോട്ടിക്കെട്ടണം സ്വന്നവാടാ. രാജകുമാരി ഇന്ന് രാജയോഗവുമായി തീവണ്ടിയിൽ വന്നിറങ്ങി. എനിക്ക് 10,000 തന്നു. ഒന്ന് ചിറ്റിയടിച്ചാട്ടെ, മഴ തുളിച്ചാട്ടെ, ഇടിമിന്നലെറിഞ്ഞാട്ടെ. അങ്കമാലിയിലെ പ്രധാനമന്ത്രി ഏത് കുഞ്ഞമ്മയുടെ മാപ്പിളയാന്നാ പറഞ്ഞത്? കൊയിലാണ്ടിയിൽ താമസിക്കുന്ന ചന്ദ്രിക കുഞ്ഞമ്മയുടെ. जगमगाती लड़कियां, ये झिलमिलाती लड़कियां, जिनके दीवाने तुम भी तो हो. हंसती गाती लड़कियां, खिलखिलाती लड़कियां, चाहती सब क्या है ये सुनो. इन सब के है मन, इनकी धड़कन, सुनो जरा सपने क्या है इन आँखों में, दिल में है क्या अरमान. Girls like to swing. जरा आगे निकल के, नए रंगों में ढल के, अंदाज बदल के, मस्ती में है जीना, जीवन रस पीना, ये बात हुई ना, शर्माना नहीं. Welcome to yet another brand new episode of Eastern Katrumba Kurthakeda Unlimited co-powered by Sumix Kidswear. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് റെഡിയാണ്. കുട്ടികൾ റെഡിയാണ്. ഞാൻ റെഡിയല്ല. ഓക്സിജൻ ആംബുലൻസ്. Okay, let's start this energetic and dynamic show, Katrumba. So, ഈസ്റ്റേൺ കട്രുംബ കുർത്തക്കേട് അൺലിമിറ്റഡ് co-powered by Sumix Kidswear. ഇനി ഒരു കേസ് നമുക്ക് വന്നിട്ടുണ്ട്. ആലോചിക്കുമ്പോ എനിക്ക് ഇത് കാണാണ്ടായ ഒരു കേസാണ്. മറ്റാരുമല്ല, मेरा कुत्ता कुत्तिया मेरा कुतिया इधर है तो दे दो वापस. तू दे दो. ഭാവന ചേച്ചി ദിലീപ് സൂപ്പർ ആയിട്ട് പെർഫോം ചെയ്തൊരു. സോ ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു വാച്ച് CID മൂസയിലെ ഒരു അടിപൊളി ഡബ് സ്മാഷ്. मैं जूली को ढूंढने आई हूँ, वो इसके अंदर है. സോറി, എനിക്ക് ഫ്ലാറ്റ് മാറിപ്പോയതാ. കുട്ടി കളിക്കും. ഹായ്, ഗുഡ് മോർണിംഗ്. എനിക്കറിയായിരുന്നു രാവിലെ എന്നെ അന്വേഷിച്ചു വരുമെന്ന്. അതാണ് ഈ ലവിന്റെ തിയറിയും എന്റെ സ്പെഷ്യാലിറ്റിയും. ഒന്ന് കണ്ടാൽ വീണ്ടും വീണ്ടും കാണാൻ തോന്നും. मेरी जूली को जल्दी वापस करना. ആരാ? मेरी जूली को जल्दी वापस करना. ബാപ്പ ജോലിക്ക് പോയെന്നാണോ? जूली कहाँ है? ജോലി പുള്ളി പണ്ട് പോലീസിലായിരുന്നു. ഇപ്പൊ കയ്യിലിരിപ്പോണ്ട് സസ്പെൻസിലാ.
ഭയങ്കര മിടുക്കനാ. मेरे साथ मजाक नहीं करना. मुझे मालूम है मेरी जूली यही है. എന്തുവാടാ? നിനക്ക് മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ലെന്ന്. ജൂലി എന്നൊരു പെണ്ണകത്ത് ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന്. പെണ്ണോ? ഞാൻ അത്രക്കാരൻ नहीं है. നിന്റെ അച്ഛനെങ്ങാനും इसके अंदर कोई लड़की लोग देखी है. मुझे लगता है आप गलती से इधर आए. നിനക്ക് ഹിന്ദിയൊക്കെ അറിയോ? അറിയോന്നോ? കുറച്ചു നാളെ ബോംബെയിലെ ചീഫ് ആയിരുന്നില്ലേ? എന്തിന്റെ ചീഫ്? ചീഫ് അല്ല, ചീഫ് കള്ളൻ. നീ എന്റെ വില കളല്ലേ? ചോടോ മുझे. സുനോ, ജൂലി ക്യോ ബോൾത്തെ थे आपकी बहने? പട്ടിയെ നോക്കാൻ വന്നവൻ പട്ടിയെ നോക്കിയാൽ മതി, കുട്ടിയെ ഞാൻ നോക്കിക്കോളാം. മാറിക്കങ്ങട്. അവന്റെ ഒരു ഹിന്ദി. ഹി ഈസ് മൈ സർവന്റ്. नौकर? നൗക്കർ उसका बाप का माँ का पिताजी है. എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. പോയി പട്ടി അപ്പിട്ടോ നോക്കടാ. പട്ടി അപ്പിട്ടോ നോക്കാം. പട്ടിയുടെ കുട്ടിയൊന്നല്ല, നീ പോയി നോക്കടാ. സുനോ, फिर मिलेगा. मेरी कुतिया को छुपा कर रखने की कोशिश की तो मैं तुम्हारे बारे में पुलिस में कंप्लेन करूंगी. അവൻ എന്താ പറഞ്ഞെന്നറിയാമോ? എല്ലാവർക്കും കേട്ട് ചോദിക്കുന്നു. പൊളിക്കും പൊളിക്കും. അയ്യോ കൊല്ലാൻ പറഞ്ഞു. ചിലമ്പൊലിക്കാറ്റ് ഒന്ന് ചിറ്റിയടിച്ചാട്ടെ, മഴ തുള്ളി തുള്ളിച്ചാട്ടെ, ഇടി മിന്നലെറിഞ്ഞാട്ടെ. ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചീട്ടിയടിച്ചാട്ടെ, മഴ തുള്ളി തുള്ളിച്ചാട്ടെ, ഇടി മിന്നലെറിഞ്ഞാട്ടെ. മകരം മഞ്ഞാടയാൽ പൊതിയും പൂമ്പാറ്റയെ, കനവിൻ കണ്ണാടിയിൽ തെളിയും വാർത്തകളെ, മുത്തുമായി മുത്തം വെക്കും നക്ഷത്രമല്ലേ ഞാൻ. ഭീഗി 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 ഭീഗി. Love you baby. Hi biggie 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 biggie. Love you baby. ചിലമ്പൊലിക്കാറ്റെ ഒന്ന് ചിറ്റിയടിച്ചാട്ടെ, മഴ തുള്ളി തുള്ളിച്ചാട്ടെ, ഇടി മിന്നലെറിഞ്ഞാട്ടെ. ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചീട്ടിയടിച്ചാട്ടെ, മഴ തുള്ളി തുള്ളിച്ചാട്ടെ, ഇടി മിന്നലെറിഞ്ഞാട്ടെ. നിന്നെ കണ്ടപ്പോഴൻ കണ്ണിൽ മിന്നി നീലച്ചെന്തിനാളം. ചേർന്നപ്പോഴൻ ശ്വാസക്കാറ്റിൽ കേട്ടു ടിക്ടിക്കാളം. കിട്ടാമട്ടല്ലേ നിന്നെ പട്ടാൾ മുഴല്ലേ, ചെന്താമര ചുണ്ടിൽ ചുണ്ടാൽ ചായം തെക്കൂലേ. കണ്ണെ കണ്ണാരേ കണ്ണൻ നീയല്ലേ, ആരോ രാവിൽ താനെ മൂളും മൂളിപ്പാട്ടല്ലേ. ഭീഗി 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 ഭീഗി. Love you baby. ഭീഗി 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 ഭീഗി. Love you baby. സൂപ്പർ. പവർ പാക്ഡ് പെർഫോമൻസ് ആയിരുന്നു. സൂപ്പർ പെർഫോമൻസ്. ഏത് സിനിമയിലെ സീനാ നമ്മളിപ്പോ കണ്ടത്? കിലുക്കോ? തേജു ഇവിടെ നിൽക്കും. തേജു അനങ്ങാൻ പാടില്ല. തേജു ഓക്കെ, എല്ലാരും തേജുനെ കണ്ടുപിടിക്കും. ഓക്കെ, ഇതിലെ ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അല്ലേ? ഇവര് പേഴ്സ് ആയിട്ട് ഡാൻസ് ചെയ്തിട്ട് എനിക്ക് എല്ലാ പേഴ്സും ഇഷ്ടപ്പെട്ടു. ചേച്ചി ഐ തിങ്ക് ഇനി കൂടുതൽ ഡാൻസ് പെർഫോമൻസുകൾ നമുക്ക് വേണം. സ്കിറ്റുകളൊക്കെ കുറച്ചിട്ട് ഡാൻസ് ആണ് ഇനി കൂടുതൽ വേണ്ടത്. നമുക്ക് ഡബ് സ്മാഷിനെ കൂടെ ഡാൻസ് അങ്ങനെ വേണം. ഓക്കെ ശ്വേത ചേച്ചി, അപ്പൊ ഈ ഗംഭീര പെർഫോമൻസിന് CID മൂസയിൽ അടിപൊളി, ദിലീപേട്ടനെ എല്ലാരും നന്നായിട്ട് ചെയ്തു. ഭാവന ആയിട്ട് പിങ്കി നന്നായി ചെയ്തു. പിങ്കി ഇവിടെ पिंकी you did a wonderful job. हिंदी मालूम है? मेरी कुतिया को अगर तुमने छुपाया ना, कुतिया को കുത്തിയാന്ന് വെച്ചാ ആരാ? ഒന്നും അറിയില്ല.
ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ. ശ്വേത ചേച്ചി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ കണ്ടിട്ടില്ലേ? അതിലൊരു പ്രത്യേകത എന്ന് വെച്ചാല് ഭയങ്കര ഒരു എല്ലാം കുറച്ച് സ്റ്റൈലിഷ് ആയിരിക്കും. അതെ അല്ലെ, ഡയലോഗ്സും കുറച്ച് ഓവർ, നമുക്ക് ഓവർ തോന്നും. പക്ഷെ ആ സമയത്തുള്ള കാലഘട്ടം അങ്ങനെയുണ്ടായിരുന്നു. പക്ഷെ ആലോചിച്ച് നോക്കൂ, നമ്മുടെ കട്ടുറുമ്പുകൾ ജനിച്ചു കഴിഞ്ഞിട്ട് അവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടിട്ടേ ഉണ്ടാവില്ല. എന്തിനു പറയുന്നു, നമ്മൾ പോലും കണ്ടിട്ടില്ല. നമുക്ക് മുമ്പുള്ള ജനറേഷൻ ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടിരിക്കുന്നത്. ബട്ട് കട്ടുറുമ്പിലൂടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരികയാണ്. നമ്മുടെ കട്ടുറുമ്പുകൾ അതും വെറും കൊണ്ടുവരലല്ല, കിലുക്കം സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേനെ? കണ്ടു കളയാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിലുക്കം. കന്യാങ്കൽത്തിൽ തന്നെ വെട്ടേറ്റു മരിച്ച ഞങ്ങളുടെ അച്ഛന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഈ ചൊരണ്ടിയ ചിത്രം സമർപ്പിക്കുന്നു. ട്രിവാൻഡ്രം പട്ടണം പോട്ടിക്കട്ടണം சொன்னவாடா எந்த கட்டளை சிங்க கட்டளை சுமாயிரடா ஏசி நம்ம ராசா அந்த குதிரைக்கு எதிரு வாக்கி ப்ளூ பிளாக்கி நம்ம அடிச்சிடும் பரிசு நிறைய லாக்கா பெருகும் ஜாக்கோ வேற எந்த பட்டணம் சொந்தமாயி போட்டி கட்டுவோடா എന്തിനാ നീ എന്നെ വിളിച്ചത്? നിങ്ങളെ വിളിച്ചതല്ല, പിന്നെ വടാ ഇവിടെ എന്ന് പറഞ്ഞതാ. നിങ്ങളൊന്ന് നോക്കണം, എന്ത് ഞാനൊരു കച്ചവടക്കാരനാണ്. ഉഴുന്നവിടെ ഉഴുന്ന് വെച്ച സ്ഥലത്ത് തന്നെ നോക്കണം, അല്ല പിന്നെ എന്നോടാണോ ചോദിക്കുന്നത്? അയ്യോ, ഉഴുന്നുവട ഇവിടെ എന്നാ പറഞ്ഞത്. നിന്റെ സെവിക്ക് എന്താടാ കുറുവോ? കുറുണ്ടായിട്ടല്ലേ ഹേ മനുഷ്യ, പറയണമെങ്കിൽ പച്ച മലയാളത്തിൽ പറ. ഒന്ന് പോടാ അവിടുന്ന്, രാവിലെ തന്നെ ഓരോരുത്തർ ഇറങ്ങിക്കോളും. ഇന്നും നിന്റെ യൗവനത്തിനേഴഴകേ ഇന്ദ്രനീല കല്ല് വെച്ച പൊന്മോതിരത്തിനും ഇന്ത്യ വരമിഴികൾക്കും നൂറഴകേ, നൂറ് ചിറകേ. അയ്യോ, ആരെങ്കിലും ഓടി വരണമേ. കുള്ളൻ ക്ഷമിക്കണം, വിളിച്ചത് മാറിപ്പോയി. കള്ളൻ എന്നാ പറഞ്ഞത്. അയ്യോ, കള്ളൻ വിളിച്ചു കൂവല്ലേ മാഡം. എന്റെ പേര് വഴികാട്ടി, ഞാൻ ഇവിടുത്തെ ജോർജ്. എന്ത് എന്റെ പേര് ജോർജ്? ഞാൻ ഇവിടുത്തെ വഴികാട്ടി അവസാനം വഴി മുടക്കരുത്. അയ്യോ മാഡം, ഞാനൊരു ഗൈഡാണ്. എങ്കിൽ തുറന്നു വെക്കിൻ, ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. അയ്യോ, എന്റെ മുഴുവൻ പേര് ജോർജ് എന്നാ. പിന്നെ കൂട്ടുകാർ സുർക്കി ജിതാന്ത വർമ്മന്ന് വിളിച്ചു. എന്താണ് മാഡത്തിന്റെ പേര്? നന്ദിനി എന്നാണ്. അയ്യേ, ഇതൊരു പടന്തം പേരായിപ്പോയി. വല്ല വത്സലെന്നോ ശാന്തമയെന്നോ ആർന്നെങ്കിൽ വിളിക്കാനൊരു ഇമ്പമെങ്കിലും ഉണ്ടായിരുന്നു. അയ്യോ, ഹിമ്പം ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല, കമ്പം ഉണ്ടാകാതിരുന്നാ മതി. മാഡത്തിന് റൂം എടുക്കാം, ഇവിടുത്തെ വലിയ ലാഡ്ജാണ്. കുറഞ്ഞത് 4 അണ എങ്കിലും കൊടുക്കേണ്ടി വരും. എന്തിനാണ് 4 അണ? വേണമെങ്കിൽ 5 അണ തന്നെ വെച്ചോളൂ. ഇതാ പിടിക്കൂ 10 അണ, ഇത് ജോജി തന്നെ വെച്ചോളൂ. എന്താണ് ഇങ്ങനെ കാണുന്നത്? എനിക്ക് തല കറങ്ങുന്നു. മാഡം ഇത്രയാവല്ല, കറൻസി നോട്ടൊന്ന് കാണിക്കല്ലേ, അല്ലെങ്കിൽ വേണ്ട, തന്നാക്ക്. ഇതൊന്നും നോക്കി എന്റെ തലകർക്കം പ്രാക്ടീസ് ചെയ്യാമല്ലോ. എന്താടാ ഇങ്ങനെ സിർക്കുന്നത്? എടാ, നീ ഇതുവരെ 10 അണയുടെ ഒറ്റ നോട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. എന്താ കാര്യം? എന്നാ ഞാൻ കണ്ടു. ഒരു രാജകുമാരി ഇന്ന് രാജയോഗവുമായി തീവണ്ടിയിൽ വന്നിറങ്ങി. എനിക്ക് 10 അണയും തന്നു. അവളെ പിച്ചക്കാരനെന്ന് കരുതിയിട്ടായിരിക്കും. ഒന്ന് പോടെ പോത്തെ, കണ്ട മാത്രയിൽ തന്നു. എന്റെ സുറുസുറുക്കും സൗന്ദര്യം കണ്ട് അവൾ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അവൾ എന്നോട് ചോദിച്ചത് എന്താണെന്നറിയാവോ? എന്താണ്? കാണാൻ നീയെന്ന് ഇംഗ്ലീഷിൽ അതവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും പ്രണയമായിരിക്കും. ഉടനെ തന്നെ ഞാൻ ബോംബെക്ക് വണ്ടി കയറും. എന്നിട്ട് സിമ്പതിയുടെ പേരിൽ കുറച്ച് ബോംബെ ഡോളേഴ്സ് സിമ്പതിയുടെ പേരിൽ നിനക്ക് അയച്ചു തരാം. എനക്കൊന്ന് അവളെ പരിചയപ്പെടുത്തി തരുവോ? നിനക്ക് പരിചയപ്പെടുത്തി തരുന്ന പ്രശ്നമേ ഇല്ല. ഇതാ പിടുക്ക്, എന്റെ സിലവാണിത്. ദോശയും സമ്മന്തിക്കറിയും. അഹങ്കരിക്കണ്ട, അല്പം ലാവിസാണെങ്കിലും നീ അടുത്ത് ഞണ്ണ്. ഞാൻ ഉമാവോൾജി പോയി എന്റെ തമ്പറാട്ടി കുട്ടി കണ്ടിട്ട് വരാം.
എടാ ജോജി, അവളെ വിളിച്ച് ഇവിടുന്ന് കൊണ്ടുവയ്ക്കണം. മാനേജറെ, എന്താ പ്രശ്നം? അയ്യോ, എനിക്ക് റൂം തരാന്ന് പറഞ്ഞിട്ട് ഇവന്മാർ എനിക്ക് റൂം തന്നില്ല. കഷ്ടം തന്നെ കഷ്ടം. മുറി തരാന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് മുറി കൊടുത്തില്ല? മുറി ചോദിച്ചപ്പോൾ അവർ എന്റെ അച്ഛനെയും അമ്മേനെയും ഒക്കെ ചീത്ത വിളിച്ചു. മോശമായി പോയി, വളരെ മോശമായി പോയി. നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മാഡത്തിന് എന്തുകൊണ്ടാണ് നിങ്ങൾ റൂം കൊടുക്കാതിരുന്നത്? മാഡമായാലും ഇടവമായാലും കാശുണ്ടെങ്കിലേ റൂം കിട്ടൂ. കാശില്ലെന്ന് ആര് പറഞ്ഞു? ആര് പറഞ്ഞെന്നാ ചോദിച്ചത്? റൂം ചോദിച്ചപ്പോൾ അവരെന്നോട് കാശ് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്റെ കുഞ്ഞമ്മയുടെ മാപ്പിളയാണെന്ന്. കേട്ടോ കേട്ടോ, നിങ്ങൾ എല്ലാവരും കേട്ടോ? ആ കുട്ടി പറയുന്ന കേട്ടോ? അങ്കമാലിയിലെ പ്രധാനമന്ത്രി ഇവളെ കുഞ്ഞമ്മയുടെ മാപ്പിളയാണ്. അവളുടെ കുഞ്ഞമ്മയുടെ അങ്കമാലിയിലെ പ്രധാനമന്ത്രി ഏത് കുഞ്ഞമ്മയുടെ മാപ്പിളയാണെന്നാ പറഞ്ഞത്? കൊയിലാണ്ടിയിൽ താമസിക്കുന്ന ചന്ദ്രിക കുഞ്ഞമ്മയുടെ. കൊയിലാണ്ടിൽ താമസിക്കുന്ന ചന്ദ്രിക കുഞ്ഞമ്മ കൂടുതൽ പുലമ്പാതെ വട്ടാണോ എന്ന് ചോദിക്കുന്നു. എന്നാ ചോദിച്ചിരിക്കുന്നു, മുഴുവൻ വട്ടാണല്ലേ? ഇയാൾ ആരാണ്? എന്താ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാനൊരു ഫോട്ടോ പിടിക്കാരനാ, നിച്ചൽ. ഫോട്ടോ പിടിക്കാരെന്ന് പറയുന്നത് ഇത്രയും വലിയ കോമഡിയാണോ? അല്പം മാറി നിൽക്കുന്നു. ഞാൻ എവിടെ മാറി നിൽക്കാൻ? എന്റെ വീടാണ്, ഞാൻ എവിടെയും മാറി നിൽക്കില്ല. ഈ വീട് തന്റേതാണെങ്കിൽ ഈ വീട് നിൽക്കുന്ന ഭൂമി എന്റെ അച്ഛൻ്റെതാണ്. ജോജി, ഇവക്ക് വട്ടാണല്ലേ? ഒന്ന് പതുക്കെ പറ, അവക്ക് മുഴുത്ത വട്ടാണ്. എടാ കൊരങ്ങ, നല്ല തട്ടുദോശയുടെ മണം. എന്നെ കൂടെ വലിച്ചു മൂക്കിന്റെ അകത്തേക്ക് കേട്ടുമോ? തട്ടുദോശ തരൂ. തട്ടുദോശ തരാനല്ലേ പറഞ്ഞത്? ഇവക്ക് വെറും പ്രാന്തല്ല, ആർത്തി മൂർത്തി പ്രാന്തായതാ. അയ്യോ, എനക്ക് വിശക്കുന്നേ. എടാ മെച്ചോ, എവിടെ വിളിച്ചോണ്ട് പോടാ. ജോജി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു കാര്യമല്ല, രണ്ട് കാര്യം പറഞ്ഞു. പക്ഷെ കേൾക്കാൻ ഞാൻ നിന്നത് മാത്രം. അങ്ങനെ മാത്രം പറയരുത്. ഇത് കേട്ടിട്ടേ ജോജി ഇവിടുന്ന് പോകാവൂ. അയ്യോ, ഇത് കഷ്ടമായല്ലോ. എനിക്കൊരു അച്ഛനുണ്ട്. ആഹാ, അത്ഭുതമായിരിക്കുന്നു. പൊട്ടത്തിക്കും ATM കാർഡോ? അതല്ല ഞാൻ പറഞ്ഞു വന്നത്. എനിക്കൊരു അച്ഛനുണ്ടെന്ന്. ഞങ്ങൾക്ക് ഒരു അച്ഛനേ ഉള്ളൂ, അല്ലാതെ 10 അച്ഛനൊന്നും ഇല്ല. പറയുന്നത് മുഴുവനായിട്ട് കേൾക്കിൻ. ഞങ്ങൾ മുഴുവനായിട്ട് പറയ്. ഒരു മിസ്റ്റർ കേണൽ നമ്പ്യാർ. കേണൽ നമ്പ്യാർ സാറോ? ബോയ്സ് ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ നമ്പ്യാർ ആണെന്നോ? അതെ, നല്ല പഞ്ചുണ്ടല്ലോ, അതായിരിക്കും. ഇങ്ങണ പമ്പരം തെളിയണ മാനസം അറിയാതം വിളി ഉറങ്ങുവാവോ. ഇങ്ങണ പമ്പരം തെളിയണ മാനസം അറിയാതം വിളി ഉറങ്ങുവാവോ. ചാഞ്ചക്കം ചാഞ്ചക്കം ചാഞ്ചക്കം. ലാ 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 ലാ. നല്ല വിശപ്പ്. എടാ കിട്ടുന്നേ. എന്താണ് മുതലാളി? എടാ എനിക്ക് വിശക്കുന്നു. അങ്ങനെ എനിക്കും വിശക്കുന്നു. അതുപോലല്ല എന്താ വിശപ്പ്? അതെന്താ? വേർക്കാരന്റെ വിശപ്പിന് ഒരു വിളയുമില്ലേ? എടാ കർത്ത, നീ വല്ലതും വെച്ചോ? വച്ചു. ഒന്ന് വേണ്ടെന്നെ വച്ചു. കാണു സാറേ, ധൈര്യമുണ്ടെങ്കിൽ പുറത്തേക്ക് വരില്ല. എന്താണ് ജോജി ഇങ്ങനെ വിളിച്ചു കൂവുന്നത്? ഈ കുട്ടി പറഞ്ഞത് കേട്ടില്ലേ? ഈ നിൽക്കുന്ന വട്ടിക്കാസ് അങ്ങയുടെ മകളാണ്. അല്ല, കള്ളം, പച്ചക്കള്ളം. പച്ചക്കള്ളമല്ല, പഴുത്ത കള്ളം. എന്നാ അപമാനിക്കാൻ വേണ്ടിയാണോ അലക്കി ഉടുപ്പിട്ട് ഇങ്ങോട്ട് വന്നത്? ഈ കുട്ടിയെ ഏറ്റെടുക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമൊന്നുമില്ല. എങ്കിൽ ഞാൻ അവിടുന്ന് പോകാം. ഇല്ല, ഞാൻ കേണൽ സാറിനെ വിടില്ല. പപ്പു പിള്ളേ, സാഗർ പിള്ളേ, കുറുപ്പ് ആട്ടി ഓടിക്കൻ ഇവറ്റകള്. മുതലാളി, അങ്ങനെ ആരൊക്കെയാണ് വിളിച്ചു ഭർത്തുന്നത്? ഇതല്ലാണ്ട ഗുണ്ടകളോ? ജീവമാണെങ്കിൽ ഓടിക്കോളും. മിസ്റ്റർ രാജശേഖരൻ തമ്പി ദേവാണിക്ക് 2 കൈ തന്നത് നാട്ട കാണിക്കാനുള്ള
വിശേഷ ഘട്ടങ്ങളിൽ തൊഴുതുകൊണ്ട് അപേക്ഷിക്കാൻ വേണ്ടിയാണ്. ഈ നിൽക്കുന്ന നന്ദിനി നിങ്ങളുടെ മകളാണ്. അതൊന്നെന്താ തെളിവുള്ളത്? ഇത് മഹത്വ തേച്ച് നോക്കി നല്ല തെളിവുണ്ടാകും. പണ്ട് ഞാൻ അംഗനവാടിയിൽ പഠിക്കുമ്പോൾ ഓരോ ഏത്തപ്പഴം പാഴ്സൽ വരുമായിരുന്നു. ഇതാ അതിന്റെ തൊലി, ഇതാണ് അതിന്റെ തെളിവ്. അങ്ങനെ കഴിഞ്ഞ 25 വർഷമായി മനസാക്ഷി കോടതിയിലെ കൃഷിയുടെ വിധി ഇന്ന് പറയാൻ പോവാ. ഇത് പറഞ്ഞു നട്ടു വളർത്തിയ വാഴയുടെ പഴം തന്നെയാണ്. മോള് അച്ഛാ, അച്ഛന് മകളുമായി മകൾക്ക് അച്ഛനുമായി എങ്കിൽ എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. ആ പഴത്തൊളി എനിക്ക് തരുമോ? എന്തിനാ? എനിക്ക് എന്റെ അച്ഛനെ കണ്ടുപിടിക്കാനാ. അപ്പൊ നമ്മൾ കണ്ടത് കിലുക്കം സിനിമ പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു ഡയലോഗ്സ് എല്ലാം അടിപൊളിയായിട്ട് നിങ്ങളെല്ലാം ഇതുവരെ നന്നായി ചെയ്തു. പക്ഷെ മനസ്സ് എനിക്ക് നമ്മളുടെ കിലുക്കമാണ് ഇഷ്ടം. മാത്രല്ല കോസ്റ്റ്യൂം ശ്രദ്ധിച്ചോ? ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. ഐ തിങ്ക് കളറേ ഇല്ലാണ്ടാണ് ടെലികാസ്റ്റ്. അതെ, അപ്പൊ അതൊരു നല്ലൊരു കോൺസെപ്റ്റ് ആയിരുന്നു. എന്തായാലും എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടത് ഇതിലെ പാട്ടുകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ട് പഴയ സ്റ്റൈലില് പാട്ട്. എന്റെ ദൈവമേ, ഞാൻ ഇങ്ങോട്ടേക്ക് നീങ്ങുന്നു. നിന്റെ ആ സ്റ്റെപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒന്ന് കളിച്ച് 1 2 3 സ്റ്റാർട്ട്. എനിക്ക് ആ ദക്ഷിണെ കണ്ടോ? അതല്ല, മറ്റേ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് അല്ല, ദക്ഷിണത്തിന്റെ സ്റ്റെപ്പ് കണ്ടോ? ഇതെന്ത് സ്റ്റെപ്പ്? ആരെ സ്റ്റെപ്പ് പഠിപ്പിച്ചത്? ഇവളുടെ തനിയുള്ള സ്റ്റെപ്പാണോ? എല്ലാ പ്രേക്ഷകരെ ഇത് കണ്ടു. ബാക്കി കാണട്ടെ. ദക്ഷിണത്തിന്റെ നോക്കൂ. എല്ലാരും ഇവിടെ നിന്ന് ദർശനത്തിൽ പുറകിൽ നിൽക്കണം. നീ മറ്റേ ഫസ്റ്റ് തൊട്ട് നിങ്ങൾ കളിച്ച് അതാ ലാലല്ല മറ്റേ മറ്റേ 1 2 3 4 മറ്റേ സ്റ്റെപ്പ്. അയ്യോടാ, എന്നെ ഞാൻ പരിചയപ്പെടുത്തില്ല. എന്റെ പേര് ഉണ്ണികൃഷ്ണൻ. സ്നേഹമുള്ളവർ എന്നെ ഉണ്ണിന്ന് വിളിക്കും. മാഗി ആന്റി എന്നെ ഉണ്ണിന്നെ വിളിക്കാവുള്ളൂ. ഹലോ. യെസ് വിളിച്ചോ? അല്ല, ഇവിടെ. ഹലോ ഹലോ ഹലോ. എത്ര വയസ്സിലാണ് നീ സ്കേറ്റിംഗ് തുടങ്ങിയത്? 5 വയസ്സ്. 5 വയസ്സ്. ഇപ്പൊ എത്ര വയസ്സായി? 5.5. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ. ഇത് മൊബൈൽ ഫോണിന്റെ കാലാണ്. പക്ഷെ പണ്ടൊക്കെ ഉണ്ടല്ലോ ലാൻഡ് ഫോൺ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. ലാൻഡ് ഫോൺ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു മഴ പെയ്താലോ ഒരു ഇടി വെട്ടിയാലോ അപ്പം അത് ഔട്ട് ഓഫ് ഓർഡർ ആവും. പക്ഷെ ഇത് കണക്ട് ചെയ്യാൻ വരുന്ന ആൾക്കാർ ചിലപ്പോൾ ശരിയാവണമെന്നില്ല. വന്ദനം എന്ന് പറയുന്ന സിനിമയില് ലാലേട്ടൻ ഒരു ഫോൺ ശരിയാക്കാൻ പോയി. ആക്ച്വലി വേറെ എന്തോ ശരിയാക്കാനാണ് പോയത്. ഗാഥ എന്ന പെൺകുട്ടിയെ കാണാൻ വേണ്ടി അദ്ദേഹം പോയി. പക്ഷെ പെട്ടുപോയി. ശരി, ഈ സീനൊക്കെ നമ്മുടെ കുട്ടികൾ ശരിക്കും കണ്ടിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. പക്ഷെ അവരിന്ന് പെർഫോം ചെയ്യാൻ പോവുകയാണ് ഒരു ബ്യൂട്ടിഫുൾ അടിപൊളി ഡബ് സ്മാഷ് ഫ്രം ദ മൂവി വന്ദനം. Good evening, auntie. Good evening. Yes. What do you want? I am from the telephone department. Sorry. I said what do you want? I am from the telephone department. Any repair, telephone repair? No repair, you go. ഈ നേരത്താണോ റിപ്പയർ? മണി എത്രയെന്ന് അറിയാമോ? Sorry, ഞാൻ വാച്ചെടുത്തില്ല, ചോദിച്ചിട്ട് വരാം. Hey. Yes. It's 10:15. No repair, you go. അല്ല ആന്റി, ഉണ്ട് ഷുവർ, എനിക്കറിയാം. അല്ലെങ്കിൽ ആസ്ക്. അതെ, ഈ ടെലിഫോൺ വല്ല റിപ്പയർ ഉണ്ടോ? ഉണ്ടാവണമല്ലോ, അതാണ് ഞാൻ വന്നത്. എനിക്കറിയാം. ഉണ്ടല്ലേ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഇവിടുത്തെ ഫോണിന് കുഴപ്പമുണ്ടെന്ന്? കേട്ടോ, അപ്പൊ കുഴപ്പമുണ്ടല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഡെഫിനറ്റ് ആയിട്ട് എനിക്കറിയാം കുഴപ്പമുണ്ടെന്ന്. ഫോൺ അവിടെ എവിടെ പോകുന്നത്? കുഴപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആന്റി, ഞാൻ ആ രഹസ്യം ഇനി വിളിച്ചു വെക്കുന്നില്ല. ഈ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റ് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്തു. എവിടെ ഏത് ഫോണിന് കുഴപ്പമുണ്ടെങ്കിലും ആ കമ്പ്യൂട്ടർ ഉടനെ വിളിച്ചു പറയും ദോ ആ ഫോണിന് കുഴപ്പമുണ്ടെന്ന്. അങ്ങനെ ആ കമ്പ്യൂട്ടർ വിളിച്ചു പറഞ്ഞ് ആദ്യത്തെ ഫോണ് ഇവിടുത്തെയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ ഒരു ഭാഗ്യം ആന്റിക്കുണ്ടായി. ബൈ ദ ബൈ, ആന്റിയുടെ പേരെന്താണ്? മാർഗരറ്റ് ആന്നി റോഡ്രിക്സ്. നൈസ് നെയിം. മട്ടാഞ്ചേരിയിലായിരുന്നു. ആന്റിക്ക് ഇവിടെ ജോലി കിട്ടിയപ്പോ ഞാനും കൂടെ ഇഞ്ഞു പോന്നു. Poor man, he is no more.
May his soul rest in peace. But he won't rest in peace. Because ആന്റിയുടെ ആഗ്രഹമായിരുന്നു ടു ഗോ ബാക്ക് ടു ഇംഗ്ലണ്ട്. ഓ അത് സാധിച്ചില്ല. അയ്യോ കഷ്ടം. പാവം. എന്റെ ആഗ്രഹം അതാണ്. മരിക്കണമെങ്കിൽ ഇംഗ്ലണ്ട് വെച്ച് മരിക്കും. ആന്റി അക്കാര്യത്തിൽ ദൈവം സഹായിക്കും. പിന്നെ എന്നെ ഞാൻ പരിചയപ്പെടുത്തില്ല. എന്റെ പേര് ഉണ്ണികൃഷ്ണൻ. സ്നേഹമുള്ളവർ എന്നെ ഉണ്ണിന്ന് വിളിക്കും. മാഗി ആന്റി എന്നെ ഉണ്ണിന്നെ വിളിക്കാവുള്ളൂ. ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റിലൊക്കെ എനിക്ക് നല്ല പേരാ. ഇതാരാ മകളാ? നല്ല സ്മാർട്ട് കുട്ടി. എന്റെ പേയിങ് ഗസ്റ്റ്. ഓ എന്താ പേര്? ഗാഥ. ഗാഥ എന്താ രാത്രി ഇങ്ങനെ ന്യൂട്രമൂലൊക്കെ കഴിച്ച് ടെലിഫോൺ റിപ്പയർ ചെയ്യാനല്ലേ വന്നത്? എന്നാൽ ചെയ്താട്ടെ. അതാണല്ലോ ഈ ഫോൺ എവിടെയെന്ന് ചോദിച്ചു. അവിടെയാണല്ലേ? ഓക്കെ. എല്ലാവരും ഇങ്ങനെ പുറകെ വരണമെന്നില്ല. ഞാൻ പോയി നന്നായിക്കൊള്ളാം. അയ്യോ എന്നെ പറ്റി വേറൊന്നും വിചാരിക്കണ്ട. ഞാൻ ടെലിഫോൺ നന്നാക്കാൻ വന്നതാണ്. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം. ടെലിഫോൺ റിപ്പയർ ചെയ്യാൻ വെള്ളം വേണോ? അല്ല കുടിക്കാൻ. ഹലോ. ആ കേക്കാം കേക്കാം. എടാ പുല്ലേ കൂടുതൽ ചളവാക്കാ. നീഞ്ഞു പോരെ. ശരി. കുടിച്ചോ. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഇറ്റ്സ് ഗോയിങ് ടു ബി 10:30. മതിയോ? മതി. ഹലോ. യെസ് യെസ്. വിളിച്ചോ? അല്ല ഇവിടെ. ഹലോ ഹലോ ഹലോ. ഇനിയും ഫോൺ റിപ്പയർ ചെയ്തിരുന്നില്ലേ? ഫോണിലല്ലേ കുഴപ്പം. അത് നേരത്തെ അറിഞ്ഞൂടായിരുന്നു. സോറി പോസ്റ്റില്ല. എന്താ നിങ്ങളുടെ കയ്യിൽ? ഒന്നുമില്ല. നിന്നെ കണ്ടിട്ട് എന്തോ ഒരു കള്ള ലക്ഷണം. അയ്യേ ഞാൻ വളരെ ഡീസന്റ് ആണ്. അയ്യേ നീ ഇവിടെ എന്തെങ്കിലും എടുത്തോ? കൈ കാണിക്കട്ടെ. എന്റെ മാനസികാവസ്ഥ ഞാൻ സമ്മതിക്കില്ല. പ്ലീസ് പ്ലീസ് പ്ലീസ്. അയ്യേ അയ്യോ അയ്യേ അയ്യേ ഞാൻ കാണിക്കില്ല. ഗുഡ് നൈറ്റ്. ചിരിച്ച് ഞങ്ങൾ ഒരു വഴിയാക്കി. താങ്ക് യു. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിലെ ഹൈലൈറ്റ് ഈ ഒരു പെർഫോമൻസ് തന്നെയാണ്. സോ ശ്രേയ ചേച്ചി, യു ഓൾസോ കം വിത്ത് മീ. യു ഓൾസോ ഷുഡ് കം വിത്ത് മീ. എല്ലാവരും the whole crew should clap for this act. എല്ലാവരും എൻജോയ് ചെയ്തു. കത്തും തീയാടും So sweet. നെഞ്ചിൽ കനലാടും. Oh my god. ശരിക്കും ചിരിച്ച് ചിരിച്ച് കണ്ണീന്ന് വെള്ളം വരിക എന്ന് പറയുന്ന ഒരു ആക്ട് ആയിരുന്നു ഇത്. അല്ല, ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ചിലപ്പോ നമുക്ക് എല്ലാ എപ്പിസോഡിലും കിട്ടുന്നുണ്ടാവില്ല. യെസ്. പക്ഷെ ഇത് നമ്മൾ പറയില്ലേ, ലാലേട്ടനെ നമ്മൾ കുഴച്ച് ചെറിയ ഉണ്ടയാക്കി വെച്ച പോലെ ഒരു പെർഫോമൻസ് ആയിരുന്നു. This is too much. I think ലാലേട്ടന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത് കാണുന്നുണ്ട്, ഡെഫിനറ്റ്ലി ആര് കണ്ടാൽ ഇത് ലാലേട്ടൻ. യെസ്, ലാലേട്ടന്റെ ആത്മാവ് ഉള്ളു കയറിയ പോലെ ഉണ്ട്. പക്ഷെ എനിക്ക് പറഞ്ഞു എല്ലാ എപ്പിസോഡ് ദിസ് ഇസ് ലൈക്ക് ഐ ആം ഫീലിംഗ് സോ പ്രൗഡ് ആൻഡ് സോ ഹാപ്പി. നമ്മുടെ കട്ടുറുമ്പ് ഗോഡ് ബ്ലെസ് യു. സത്യം പറയാണ്, ഇതാണ് നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ പറയില്ലേ, നമ്മൾ
ഇവരെ കാണുമ്പോൾ ഒന്നും പറയാനില്ല. ലൈക്ക് നമിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇതെല്ലാം ദൈവാദിനം മാത്രമേ ഉള്ളൂ. ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് ദം. ഗോഡ് ബ്ലെസ് യു. ബൈ. സൂപ്പർ. ബൈ. താങ്ക് യു. എത്ര വയസ്സിലാണ് നീ സ്കേറ്റിംഗ് തുടങ്ങിയത്? 5 വയസ്സ്. 5 വയസ്സ്. ഇപ്പൊ എത്ര വയസ്സായി? 5.5. Baha kiliki raha kiliki pipi filifi jivla kroiki unodu nomu o chao damba damba bugo kiliki ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് co-powered by Sumix Kids Wear. ഇനി ചാറ്റ് സെക്ഷൻ ആണ്. വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് ഇന്ന് നമ്മുടെ ചാറ്റ് സെക്ഷനിൽ വന്നിരിക്കുന്നത്. ഹി ഡസ് സ്കേറ്റിംഗ് മാത്രമല്ല, സ്കേറ്റിംഗിന്റെ മേലെ ഡാൻസ് ഒക്കെ ചെയ്യുന്നതാണ് കേട്ടത്. എന്നായാലും വി ആർ ഓൾ എക്സൈറ്റഡ് ടു മീറ്റ് ദിസ്. നമ്മുടെ പുതിയ എൻട്രന്റ് ആണ്. യെസ്, പുതിയ കട്ടുറുമ്പും കൂടിയാണ്. ഓഡിഷനിലൂടെ നമുക്ക് കിട്ടിയ പുതിയ കട്ടുറുമ്പാണ്. ലെറ്റ്സ് ഇൻവൈറ്റ് ഏബൽ. Flying kiss. High five. എന്നെ അടിക്കാൻ വരുന്ന അടിച്ചിട്ട് ഇന്ന് ചാറ്റ് തുടങ്ങുന്നുള്ളൂ. സ്മാർട്ടാണ്. നിന്റെ വായിൽ ചിരി ഇങ്ങനെ ഇപ്പൊ അടങ്ങി. ഞാൻ വെച്ച് വായ ഇങ്ങനെ ഇരിക്കുള്ളൂ. ചിരിച്ചു നോക്കട്ടെ. വായ തുറന്ന് ചിരിച്ചേ. ഏബൽ ആന്റണി ജോയ്. ഏബൽ ആന്റണി ജോയ്. ഞാൻ നിന്നെ വിളിച്ചതാടാ, ഞാൻ പേര് ചോദിച്ചതല്ല. എനിക്കറിയാലോ നിന്റെ പേര് ഏബലാന്ന്. അപ്പൊ ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? അല്ല അപ്പോലി, അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ആദ്യം യൂഷ്വലി ഏബിളിന്റെ കൂടെ വരുന്ന ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും ജാസ്തി ഞാൻ നോട്ട് ചെയ്യണ്ടായിരുന്നു ഇവിടെ ഏബിളിന്റെ അമ്മേനെയാണ്. ഏബിളിന്റെ അമ്മ ഫുൾ എനിക്ക് തോന്നുന്നു മോന് പെർഫോം ചെയ്യുമ്പോൾ ഓരോരോ സമയത്ത്, അല്ലാതെ എൻട്രി തൊട്ടിട്ട് ആ ഒരു നമ്മളല്ലേ എക്സൈറ്റ്മെന്റും നെർവസ്നെസ്സും. അമ്മന്റെ പേര് പറയൂ. അമ്മു. ആഹാ, അമ്മു എന്റെ വീട്ടു പേരാണല്ലോ. ആഹാ, അമ്മു എന്താ ചെയ്യണേ? ഹൗസ് വൈഫാണ്. ഭയങ്കര എക്സൈറ്റ്മെന്റ്. എന്താ തോന്നണത്? സന്തോഷമുണ്ട്. മോനിങ്ങനെ ഇവിടെ വരാൻ പറ്റിയതില് വളരെ സന്തോഷം. അച്ഛൻ എന്താ ചെയ്യണേ? ഞാൻ ബിസിനസ് ആണ്. ക്രെയിൻ സർവീസ്. ക്രെയിനോ? ക്രെയിൻ നമ്മുടെ ഷൂട്ടിംഗ് ക്രെയിൻ ആണോ അല്ലാതെ? അല്ലല്ല, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ഓ അങ്ങനത്തെ. ഓക്കെ. എവിടുന്നാ വരുന്നത് നിങ്ങൾ? തൃശ്ശൂര് ടോൾ ഗേറ്റ്. അതെ അല്ലേ? എന്താ തോന്നണ്? നല്ല പരിപാടിയാണ്. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് ഒരു ചാൻസ് കിട്ടി തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതണ്. മേഡം, ഏറ്റവും പറയാനുള്ളത് ഞങ്ങൾ താമസിക്കുന്ന മിനിസ്റ്റർ വീടിന്റെ നേരെ ഓപ്പോസിറ്റാണ്. രവീന്ദ്ര മാഷ വീട്, വിദ്യാഭ്യാസ മന്ത്രി. ആ മാഷ വീട്ടിലെല്ലാവരും നിങ്ങളോട് എല്ലാവരോടും ഒരു ഹായ് പറയാൻ പറഞ്ഞു. ഓ നമസ്തേ, നമസ്കാരം. പ്രോഗ്രാം കാണാറുണ്ട്. അവരുടെ വീട്ടിലെ അവരുടെ ഫാദർ കാണാറുണ്ട്. അപ്പൊ നല്ല പ്രോഗ്രാമാന്ന് പറഞ്ഞു. പിന്നെ സമയം കിട്ടുമ്പോ ഒന്ന് വിഷ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സാറിനോട് താങ്ക് യു. നമ്മുടെ എല്ലാം ടീം വക എല്ലാവർക്കും താങ്ക് യു. സോ സ്വീറ്റ്. ഇത്ര തിരക്കുള്ള ഒരു ജീവിതത്തിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ക്യൂട്ടായ ഒരു ഷോ കാണാനുള്ള ഒരു സമയം കിട്ടണ അതിനെല്ലാം എന്താ പറയുക നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്തായാലും ഓക്കെ. യെസ്. ഹലോ ഏബൽ. എന്താ ഏബൽ, എവിടെയാ പഠിക്കുന്നത്? പബ്ലിക് സ്കൂൾ. എന്നെ വരട്ടാണോ നീ? ഞാൻ ഒരു ചോദ്യം ചോദിച്ചോളൂ. ഇത്ര ദേഷ്യപ്പെടേണ്ട കാര്യം എന്തിരിക്കുന്നു? അയ്യോടാ, ഭയങ്കര ടെംപ്റ്റിംഗ് ചിരി. ഏബലിന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ കഴിക്കാൻ? ചിക്കൻ ബിരിയാണി. ഓ ബിരിയാണി. വേറെ എന്തൊക്കെയാ ഇഷ്ടമുള്ള? അമ്മ ഡെയിലി ചിക്കൻ ബിരിയാണിയാണോ ഉണ്ടാക്കുന്നത് വീട്ടില്? ചോറ്. അപ്പൊ എപ്പോഴാ ബിരിയാണി വെക്കുക അമ്മ? എപ്പോഴൊക്കെ പാർട്ടി ഉണ്ട് വീട്ടില്? എപ്പോഴൊന്നുമില്ല. ആണോ? വർഷത്തിലൊരിക്കലാണോ ഒരു പാർട്ടി ഉണ്ടാവുക? അപ്പൊ വർഷത്തിലൊരിക്കലാണോ ഏബലിന് ബിരിയാണി കിട്ടുന്നത്? ദിസ് ഇസ് ടു മച്ച്. അപ്പൊ ഈ ചിക്കൻ ബിരിയാണി വർഷത്തിലൊരിക്കലാണോ ഉണ്ടാക്കുന്നത്? അല്ല, ഇടയ്ക്ക് വാങ്ങി കൊടുക്കാറുണ്ട്. അപ്പൊ അതെന്തിനാണ് വാങ്ങി കൊടുക്കുന്നത്? അമ്മ ഉണ്ടാക്കുന്നതിന് ടേസ്റ്റ് കുറഞ്ഞതുകൊണ്ടല്ലേ? അയ്യോ, കണ്ടോ മീൻസ് കേട്ടോ അമ്മു ചേച്ചി? അവന് ഏറ്റവും ഇഷ്ടം കോഴിക്കോടൻ ബിരിയാണിയാണ്. കോഴിക്കോട് ബിരിയാണി. അപ്പൊ
അപ്പൊ തൃശ്ശൂരിൽ നിന്ന് നിങ്ങൾ കോഴിക്കോട് വരെ പോയിട്ട് ബിരിയാണി വാങ്ങിച്ച് ഇവന് കൊടുക്കും? ഞങ്ങള് കോഴിക്കോടായിട്ട് ബന്ധം കൂടുതലേ. എന്താടാ നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. പാടാനുണ്ടോ? പാട്ട് ആ എനിക്കറിയാൻ പക്ഷേ മുത്തേ പൊന്നെ പാടും. എന്താ വേറെ പാട്ടൊന്നും ഇല്ലേ? മുത്തേ പൊന്നെ ഞാൻ കേട്ട് മാടുത്തു. വേറെ പാട്ട് കുറച്ചുകൂടി ഒരു യോയോ പാട്ട്. യോയോ അടിപൊളി ഒരു പാട്ട് പാടണം. കവിത പാടാം. ആ കവിതയാണെങ്കിൽ പിന്നെ ഡെഫിനറ്റ്ലി എഴുന്നേറ്റേക്ക്. ഓക്കെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കവിതാ വർണ്ണ ബലൂണുകൾ എന്ന കവിതാ സമാഹാരത്തിലെ ഏതാനും വരികളാണ് ഞാനിവിടെ പാടാൻ പോകുന്നത്. ഉല്ലാസപ്പൂത്തിരികൾ തെളിയിക്കും അവധിക്കാൽ അടുത്തല്ലോ, അടച്ചു വയ്ക്കാൻ പുസ്തകമെല്ലാം അടിയുടെ ചൂടുമറന്നിടാം, കാവുകൾ തോറും കൂകിപ്പാറും കുയലിൻ കൂടു തെരഞ്ഞു വരാം, പറങ്കിൻ മാവിൻ ചോട്ടിലിരുന്ന് പകൽക്കിനാവ് അണഞ്ഞിടാം. സൂപ്പർ സൂപ്പർ. കുറെ നാളുകൾക്ക് ശേഷമാണ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയോ? സ്കൂളില്. എങ്ങനെ റെക്കോർഡ് കിട്ടിയത്? ഈ ദേമാത പബ്ലിക് സ്കൂളില് അവിടുത്തെ കുട്ടികളും പാരൻസ് ഒക്കെ കൂടിയിട്ട് ഒരു 6000 പേരോളം ഇംഗ്ലീഷ് സ്പീച്ച് പറഞ്ഞു. സെയിം സ്കൂളാണല്ലേ സാരയും? ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഇനി കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിനക്ക് അറിയാൻ നോക്കട്ടെ. അല്ല അപ്പൊ ഞാൻ ചോദിക്കില്ല. ബ്രെയിൻ എവിടെയുള്ളത്? ബ്രെയിൻ കറക്റ്റ്. ലങ്സ് എവിടെയുള്ളത്? ലങ്സ്. ഹാർട്ട് എവിടെയുള്ളത്? ഇവിടെയാണോ ഇവിടെയാണോ ഇവിടെയാണോ? ഇവിടെ നെഞ്ചത്താണ്. കിഡ്നി എവിടെയാ? കിഡ്നി വേണ്ട, നമുക്കിനി അധികം അങ്ങോട്ടേക്ക് പോകണ്ട. ഈ സ്കേറ്റിംഗ് അറിയാന്ന് കേട്ടല്ലോ. സ്കേറ്റിംഗ് എനിക്ക് ആദ്യം മുതൽ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. സ്കേറ്റിംഗ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണോ നിനക്ക് അങ്ങനെ പരിചയപ്പെടാൻ? നിങ്ങൾ എവിടെ വെച്ചാ പരിചയപ്പെട്ട്? ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട്? ഷൂ 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 എന്ന് മിണ്ടായിരിക്കും 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 എന്ന് പറയുന്നത്. എന്റെ ഷൂ 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 എന്നാണ് പറഞ്ഞത്. സ്കേറ്റിംഗ് ഷൂ. ഓ ഷൂ. ഞാൻ വിചാരിച്ച സ്കേറ്റിംഗ് ഒരാണാന്ന് ഞാൻ വിചാരിച്ചത്. സ്കേറ്റിംഗ് ഷൂ നീ എങ്ങനെയാണ് ആദ്യമായിട്ട് എപ്പോഴും എത്ര വയസ്സിലാണ് നീ സ്കേറ്റിംഗ് തുടങ്ങിയത്? 5 വയസ്സ്. 5 വയസ്സ്. ഇപ്പൊ എത്ര വയസ്സായി? 5.5. 5.5. അത്രേ ഉള്ളൂ. ഇത് ഡിഫിക്കൽട്ട് ആണോ? എനിക്കൊക്കെ ചെയ്യാൻ പറ്റുമോ സ്കേറ്റിംഗ്? പഠിക്കണം. എന്താണ് മറ്റേ ബുദ്ധി വേണോ അല്ലേ? അപ്പൊ എനിക്ക് പറ്റുമോ? അതെന്താ? എനിക്കൊന്നും ബുദ്ധി ഇല്ലെന്ന് വിചാരിച്ചോ? ഇല്ല, എനിക്ക് നന്നായിട്ട് ബുദ്ധിയുണ്ട്. ഞാൻ കാറൊക്കെ ഓടിക്കും. കാർ ഓടിക്കാമെങ്കിൽ എനിക്ക് സ്കേറ്റിംഗ് അതിലുണ്ടല്ലോ ഒരു വീല് ഉണ്ടാവുള്ളൂ കാറിന്. എക്സ്ക്യൂസ് മീ, എനിക്ക് എന്റെ കാറിന് 4 വീലുണ്ട്. അത് ഞാൻ ഓടിച്ചെങ്കിൽ നിന്റെ സ്കേറ്റിംഗ് ഒരു വീലൊക്കെ എനിക്ക് ഒന്നുമല്ല. ഒരു വീല് ഇങ്ങനെ ആയിട്ടുള്ളൂ. ഒരു വീല് 1 2 3 4 സിംഗിൾ ലൈനോ? Baha kiliki raha kiliki pipi filifi jibla kroiki unodu nomu o chao damba damba bugo kiliki Baha kiliki raha kiliki pipi filifi jibla kroiki unodu nomu o chao damba damba bugo kiliki സ്കേറ്റിംഗ് ചെയ്യാൻ അറിയോ? ഉറപ്പാണ്? നീ ചുമ്മാ കള്ളം പറയരുത്. തലകുത്തി മറിയാൻ പറ്റോ? ഡാൻസ് ചെയ്യാൻ പറ്റോ? കാണിച്ച് കൊടുക്ക എല്ലാവരെയും. അപ്പൊ നമുക്കൊരു അടിപൊളി ഒരു സ്കേറ്റിംഗ് ഡാൻസ് തലകുത്തി മറിയാൻ പറ്റുന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ സ്കേറ്റിംഗ് ചെയ്യുമ്പോൾ അതിന്റെ എല്ലാം പ്രിക്കോഷൻസ്, ഹെൽമെറ്റ് എല്ലാം വെച്ചിട്ടാണ് നമ്മൾക്ക് ഇതെല്ലാം ചെയ്യേണ്ടത്. അല്ലാതെ കുട്ടികൾ ഇതൊന്നും വിത്തൗട്ട് ഹെൽമെറ്റ് ഒന്നും ട്രൈ ചെയ്യരുത്. ഹെൽമെറ്റ് വേണം, ടൂത്ത് ബ്രഷ് വേണം, പേസ്റ്റ് വേണം. പേസ്റ്റ് ടൂത്ത് ബ്രഷ് എന്തായാലും വേണം. അത് ഭയങ്കര പ്രൊട്ടക്ഷൻ ആവശ്യമുള്ളതാണ്. നീ പല്ല് വെച്ചില്ലേ? പല്ല് വെച്ചെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അപ്പൊ ഡാൻസ് ചെയ്തോളൂ. raha kiliki pipi filifi jibla kroiki unodu nomu o chao damba damba bugo kiliki
raha kiliki pipi filifi jibla kroiki unodu no muo chao damba damba bugo kiliki nim kle tire hufu nim kle bahas nudu nim ta pashte daru nim kle kiliki brudu zaba baha baza baha muwa mruksa baha baha Kimaro maro maro, kimaro maro maro, kimaro kiliki maro 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 kiliki. Kimaro maro maro, kimaro maro maro, kimaro kiliki maro 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 kiliki. ഏബിൾ സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിട്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ കാമേടെ ഇത്രയും പഠിക്കാനായിട്ട് നിന്നെ ഹെൽപ്പ് ചെയ്തത് ആരാണ്? അച്ഛനും. അപ്പൊ അവരെ ഇനി സ്റ്റേജിൽ വിളിക്കണ്ടേ നമുക്ക്? അവരൊന്ന് സ്റ്റേജിൽ വരാൻ പറഞ്ഞേ. അമ്മയപ്പം വാ. വരൂ. ശരിക്ക്. Come on. And Shreya Chechi, please come on to the stage. നമുക്ക് അമ്മേനോട് പെർഫോമൻസ് ചെയ്യിപ്പിക്കണ്ടേ? Yes. മോനു എന്താ? Thank you. എന്തായാലും നമ്മുടെ ചടങ്ങ് പ്രകാരം അമ്മയും അച്ഛനും ഒരു ചെറിയ പെർഫോമൻസ് എന്തായാലും എന്താണ് ചെയ്യാൻ പോണത് അത് നിങ്ങളുടെ ഇടയിൽ തീരുമാനിക്കൂ. എന്തായാലും അവര് ഡാൻസ് ചെയ്തേ പറ്റുള്ളൂ. അതെ. സോ ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ബൈ പറഞ്ഞേ. അപ്പം ഏബിളുടെ അച്ഛനും അമ്മയും ഇപ്പൊ ഡാൻസ് ചെയ്യാൻ പോവാണ്. മ്യൂസിക് പ്ലീസ്. Zigenim Simba repose. ഓ ആണോ? ഡാൻസ് ചെയ്തോ? അമ്മ ഡാൻസ് ചെയ്യട്ടെ, നമുക്ക് കാണാം. Baha kiliki raha kiliki pipi filifi jibla kroiki unodu no muo chao damba damba bugo kiliki. Baha kiliki raha kiliki pipi filifi jibla kroiki unodu no muo chao damba damba bugo kiliki. Nim kle tire hufu nim kle bahas nudu ta pashte daru nim kle kiliki brudu zaba baha baza baha muwa mruksa baha baha. Kimaro maro maro, kimaro maro maro, kimaro kiliki maro 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 kiliki. Kimaro maro maro, kimaro maro maro, kimaro kiliki maro 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 kiliki. Sasi kiliki duli kiliki pipi. ഇദ്ദേഹത്തിന് ഡാൻസ് ചെയ്യിപ്പിക്കണം, അച്ഛനെ ഡാൻസ് ചെയ്യിപ്പിക്കണം. You don't dance? അറിയില്ല. അവരപ്പോഴേക്കും ആ ബോർഡ്സ് എന്താ തപ്പാൻ തുടങ്ങി.